ഇന്ന് നമുക്ക് രാക്ഷസന്റെ പൂന്തോട്ടം എന്ന കഥ കേൾക്കാം. ഒരു കാട്ടിൽ വലിയൊരു കൊട്ടാരം കെട്ടി ഒരു രാക്ഷസൻ താമസിച്ചിരുന്നു. രാക്ഷസന്റെ കൊട്ടാരത്തിനു ചുറ്റും വലിയൊരു പൂന്തോട്ടവും ഉണ്ടായിരുന്നു. രാക്ഷസൻ ഈ പൂന്തോട്ടത്തിൽ ഭൂമിയിൽ എവിടെയും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള നല്ല ഭംഗിയുള്ള സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും ഒക്കെ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ പൂന്തോട്ടത്തിന് ചുറ്റും വലിയൊരു മതിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പൂന്തോട്ടത്തിലോട്ട് അത്ര പെട്ടെന്ന് ആർക്കും കയറാൻ പറ്റത്തില്ല. ഈ പൂന്തോട്ടത്തിനടുത്ത് ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നു. ഈ ഗ്രാമത്തിൽ നിറച്ചു കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികൾ എല്ലാ ദിവസവും ഈ പൂന്തോട്ടത്തിന്റെ സമീപത്തു കൂടിയാണ് തങ്ങളുടെ വിദ്യാലയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. കുട്ടികൾ എപ്പോഴും ഓർക്കും, ഈ മതിലിനപ്പുറത്തു നിന്ന് കിളികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ഒന്ന് കയറി നോക്കണം. പക്ഷെ എങ്ങനെ കയറാൻ പറ്റും? വലിയ മതിലല്ലേ. പക്ഷെ കുട്ടികളെല്ലാം കൂടി ഒരു ദിവസം ഈ മതിലിന് ചുറ്റും നടന്ന് ഒരു വലിയ വിടവ് കണ്ടെത്തി. എന്നിട്ട് ഈ വിടവിനകത്തൂടെ രാക്ഷസന്റെ പൂന്തോട്ടത്തിനകത്തേക്ക് കയറി. അവര് നോക്കിയപ്പം അവിടെ മൊത്തവും കിളികളും ചിത്രശലഭങ്ങളും പൂക്കളും എന്ന് വേണ്ട അവർക്കങ്ങ് സന്തോഷമായി. കുട്ടികൾ അതിനകത്ത് ഓടിക്കളിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇത് കണ്ടിട്ട് പൂക്കളെല്ലാം തലയാട്ടാനും ചിത്രശലഭങ്ങൾ പാറി നടക്കാനും ഒക്കെ തുടങ്ങി. ആ സമയത്ത് രാക്ഷസൻ അവിടെ ഇല്ലായിരുന്നു. അങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികൾ ഇതിനകത്ത് കയറി കളിച്ചു തുടങ്ങി. ഒരു ദിവസം രാക്ഷസൻ അവിടെ എത്തി. രാക്ഷസൻ ഇതെല്ലാം കണ്ടു കുട്ടികൾ കയറി കളിക്കുന്നു. രാക്ഷസൻ ഒരു മഹാദുഷ്ടനായിരുന്നു. അയാൾക്ക് കുട്ടികളെ ഇഷ്ടമേ അല്ലായിരുന്നു. രാക്ഷസൻ വളരെ ദേഷ്യത്തോടെ പറഞ്ഞു, ഇതെന്റെ പൂന്തോട്ടമാ. നിങ്ങളോട് ആരാണ് കുട്ടികളെ ഇവിടെ കയറി കളിക്കാൻ പറഞ്ഞത്? ഇനി മേലാൽ എന്റെ കൊട്ടാരത്തിൽ കയറരുത്, എല്ലാത്തിനെയും ഞാൻ പിടിച്ചു തിന്നും. ഇത് കേട്ട് കുട്ടികൾ പേടിച്ചു പോയി. എന്നിട്ട് രാക്ഷസൻ എന്തു ചെയ്തു? കൊട്ടാരത്തിന്റെ മതിലിൽ ഒരു ബോർഡ് വെച്ചു. അന്യർക്ക് പ്രവേശനമില്ല എന്ന് എഴുതിയും വെച്ചു. കുട്ടികൾ പാവം രാക്ഷസനെ പേടിച്ച് മതിലിന് പുറത്ത് നിന്ന് കൊട്ടാരത്തിലേക്ക് നോക്കിയതല്ലാതെ അതിനകത്തേക്ക് പൂന്തോട്ടത്തിനകത്തേക്ക് കയറി കളിക്കാൻ ശ്രമിച്ചില്ല. അങ്ങനെയിരിക്കെ വസന്തകാലം വന്നു. എല്ലാ മരങ്ങളിലും പൂക്കൾ നിറഞ്ഞു. പക്ഷെ നമ്മുടെ രാക്ഷസന്റെ പൂന്തോട്ടത്തിൽ ഒറ്റ മരവും ചെടിയും പൂത്തുമില്ല, കായ്ച്ചുമില്ല. രാക്ഷസന് ഭയങ്കര സങ്കടമായി. എന്താണ് എൻ്റെ കൊട്ടാരത്തിൽ മാത്രം ഒന്നും പൂക്കാത്തത്? ചെടികളൊന്നും പൂക്കുന്നില്ലല്ലോ എന്ന് രാക്ഷസൻ ചിന്തിച്ചു. കിളികളോ അണ്ണാറക്കണ്ണന്മാരോ ഒന്നും എൻ്റെ പൂന്തോട്ടത്തിലേക്ക് വരുന്നില്ലല്ലോ എന്ന് രാക്ഷസൻ വിഷമിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് രാക്ഷസൻ ഉറങ്ങുന്ന സമയത്ത് കിളികളുടെ ശബ്ദം കേട്ട് രാക്ഷസൻ പതുക്കെ ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് കുട്ടികൾ വീണ്ടും പൂന്തോട്ടത്തിൽ കളിക്കുന്നത് രാക്ഷസൻ കണ്ടത്. രാക്ഷസന് കാര്യം മനസ്സിലായി. കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ വസന്തം തന്റെ പൂന്തോട്ടത്തിൽ എത്തുകയുള്ളൂ. രാക്ഷസൻ ഉടൻ തന്നെ എന്ത് ചെയ്തെന്നറിയാവോ കൂട്ടുകാരെ? പൂന്തോട്ടത്തിന്റെ മതിൽ അങ്ങ് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, കുട്ടികളെ, ഇനി മുതൽ പൂന്തോട്ടം നിങ്ങളുടേതാണ്. അന്നു മുതൽ രാക്ഷസന്റെ കൊട്ടാരത്തിൽ കുട്ടികൾ സ്ഥിരമായി കളിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, കൊട്ടാരത്തിൽ വസന്തം സ്ഥിരമായിട്ട് വരാനും തുടങ്ങി. അങ്ങനെ കുട്ടികൾ വളരെ സന്തോഷത്തോടുകൂടി രാക്ഷസന്റെ കൊട്ടാരത്തിൽ കളിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ.